ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ചെയ്യാനാ അമ്മ മോളോട് പറയുന്നേ. അവന്റെ ഭക്ഷണ കാര്യങ്ങൾ നോക്കണം, നവീന്റെ ഓഫീസിൽ പോകുന്ന കാര്യങ്ങൾ നോക്കണം, നവീന്റെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കുറവുകൾ എല്ലാം തിരിച്ചറിയാൻ ഇനി നിനക്ക് പറ്റണം. അവളായതുകൊണ്ട് ഇതിന്റെ ബാക്കി തെരഞ്ഞുകൊണ്ടേ ഇരിക്കുമേ. കേൾവിയിലും കാഴ്ചയിലും ആരെ അതിശയിപ്പിക്കും നിർമ്മല. സംസാരമൊക്കെ സൂക്ഷിച്ചു മതി. ഞാൻ ഇവളെ വെറുതെ വിടുന്നു കരുതണ്ട. ഇതിനൊക്കെ ഞാൻ അവളോട് പ്രതികാരം ചെയ്തിരിക്കും. സിനി, മോളെവിടെ? മുറിയിലുണ്ടാവും മാം. കുറെ നേരമായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. എന്ത് പറ്റി മാം? കുറെ നേരമായിട്ട് കണ്ടിട്ടില്ലേ? നിന്നോട് അവളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മുറിയിലേക്ക് ചെന്ന് കയറിയ ഗാഥ മാഡം ദേഷ്യപ്പെടുമെന്ന് കരുതി. അവള് ദേഷ്യപ്പെട്ട അത് കേൾക്കണം. അതിനാ ശമ്പളം തന്ന് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിറയെ ആളുകളുണ്ട്, പക്ഷെ റൂമിലിരിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കാൻ ആളില്ല. മാം വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടാവുന്നാ തോന്നുന്നു. മോളെ, മോളെ, മമ്മി എഴുന്നേറ്റ് പോ. മമ്മിയോട് എഴുന്നേറ്റ് പോവാനല്ലേ ഞാൻ പറഞ്ഞേ. മമ്മി വെറുപ്പായോ നിനക്ക്? മമ്മിക്ക് എന്നോടല്ലേ വെറുപ്പ്? ഇന്നലെ കയറി വന്നവൾക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ട്. എനിക്ക് ആരും ഇല്ലാത്ത എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ. മോളെ കരയല്ലേ? സിത്താര ശ്രീനിവാസന്റെ മകള്, ഒരു കുറവുമില്ലാത്തവള്. എല്ലാവരുടെ മുന്നിലും തല ഉയർത്തി നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈ വേൾഡ് ഈസ് മൈ മമ്മി എന്ന്. എന്റെ ലോകം മമ്മിയാന്ന്. മമ്മി അത് മറന്നു. എന്നെ മമ്മിക്കിപ്പോ ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. അവൾ ഉപയോഗിച്ച ഒരു കേര തുണിക്ക് കൊടുക്കുന്ന പരിഗണന പോലും മമ്മിയുടെ മനസ്സിൽ എനിക്കില്ല. മോളെ, അങ്ങനൊന്നും പറയല്ലേ. മമ്മിക്കത് സഹിക്കാൻ പറ്റില്ല. എല്ലാവരും ചതിച്ച് എല്ലാം അവസാനിച്ച സ്ഥലത്തുനിന്നും മമ്മി എങ്ങനെയാ ജീവിച്ചതെന്നറിയോ? അറിയോ നിനക്ക്? നിന്റെ ഈ മുഖം കണ്ടിട്ടാ. നിന്റെ കുഞ്ഞു വിരലുകൾ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചപ്പോ അതിലേക്കാ മമ്മി അഭയം കണ്ടെത്തിയത്. നിന്റെ കൈവിടാതെ നിന്നോടൊപ്പം നടന്നപ്പോഴാ മമ്മിക്ക് സ്വപ്നങ്ങളും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായത്. എനിക്കതിനൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല മോളെ. ഇല്ല ഇല്ല, മമ്മി ഒരുപാട് മാറിപ്പോയി. ആ നശിച്ചവളുടെ വരവ എല്ലാത്തിനും കാരണം. അല്ലായിരുന്നെങ്കിൽ മമ്മി എന്നോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. സോറി, ഐ എം റിയലി സോറി. മമ്മിയോട് പിണങ്ങല്ലേ മോളെ. നീ ഇങ്ങനെ പിണങ്ങി മാറിയിരുന്നാല് ചിലപ്പോ എനിക്കെന്തെങ്കിലും പറ്റിപ്പോവും, ചത്തുപോവും ഞാൻ. മമ്മി, ഇനി മമ്മി അവളെ കുറിച്ച് ചിന്തിക്കോ? മോളെന്റെ പഴയ ഗാഥമോള് തന്നെയായിരിക്കും. ഇപ്പോഴും എപ്പോഴും മമ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവള് ഞാൻ മാത്രം ഉറപ്പാ. മോളെ
ഹലോ. മോളെ കിടന്നോ നീ? ഇല്ല, ദേ ഞാനിവിടെ കിടക്കാൻ തുടങ്ങുകയായിരുന്നു. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. എപ്പോഴും ശ്രദ്ധിക്കണം, ചുറ്റിനും ആളുകൾ ഉണ്ടാവണം. പിന്നെ രാത്രി സമയങ്ങളിലൊന്നും പുറത്തോ അവിടുത്തെ നാഗത്തറയിലോ ഒന്നും പോകാൻ നിൽക്കണ്ട. പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഞാൻ പരമാവധി പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലമ്മേ. നന്നായി. നവീൻ മോളോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നേ? നവീൻ കരുതിയിരിക്കുന്നത് ഞാൻ ഗാഥയാണെന്നല്ലേ? ആ സ്നേഹമുണ്ട്. എങ്കി അമ്മ മോളോടൊരു കാര്യം പറയാം. ഇത്രയും ദിവസം നീ നവീന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ അതെനിക്കറിയണ്ട. നാളെ മുതല് നവീന്റെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അതെന്തിനാ അമ്മേ? ഞാൻ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നതല്ലേ, ഭാര്യയല്ലല്ലോ. ആര് പറഞ്ഞു? നീ നവീന്റെ ഭാര്യ തന്നെയേ. നിന്റെ കഴുത്തിൽ നവീന താലി കെട്ടിയിരിക്കുന്നത്. എല്ലാ ചടങ്ങുകളും പാലിച്ച് നടന്നൊരു കല്യാണം അത്. അത് തമാശയായിട്ട് കാണാൻ പറ്റില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കഴുത്തിലുള്ള താലി സംരക്ഷിക്കേണ്ടത് ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വം. ആ താലി കെട്ടിയവനെ സംരക്ഷിക്കേണ്ടത് അതിനേക്കാൾ കൂടിയ കർത്തവ്യം. അത് ചെയ്യാനാ അമ്മ മോളോട് പറയുന്നേ. അവന്റെ ഭക്ഷണ കാര്യങ്ങൾ നോക്കണം, നവീന്റെ ഓഫീസിൽ പോകുന്ന കാര്യങ്ങൾ നോക്കണം, നവീന്റെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കുറവുകൾ എല്ലാം തിരിച്ചറിയാൻ ഇനി നിനക്ക് പറ്റണം. നാളെ മുതല് അവന്റെ ഭാര്യ തന്നെയായിരിക്കണം നീ. അമ്മേ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭ്രാന്ത് പറയല്ലേ. എനിക്കെങ്ങനെ അങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നേ? ഈ വേഷം കെട്ടലിനുള്ള കൂലി വാങ്ങിച്ചു കഴിഞ്ഞതല്ലേ ഞാൻ. ഇനി ഇതിലാരും ഞാൻ ചതിക്കണ്ടേ? ഒരു ചതിയുമില്ല. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി.